ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കേസ് കാർഡ് ബാങ്കിന്റെ കേസ് കാർഡ് ബാങ്കിന്റെ ഇന്റർവ്യൂ സെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എന്റെ പേര് അഖില. ഞാനിപ്പോ നിലവിൽ കേസ് കാർഡ് ബാങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇപ്പോ ഒരു നമ്മൾ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് മുന്നിൽ കാണുന്ന സമയത്ത് ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്ന് റെഫർ ചെയ്തിട്ട് പോവേണ്ടത് എന്ന് ജസ്റ്റ് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഇന്നൊരു സെഷൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ ഈ ഇന്റർവ്യൂ സെഷനുമായി ബന്ധപ്പെട്ട് തരുന്നത് ഞാൻ ഉള്ള ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഇതിനകത്ത് നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുള്ള ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. ഇതിനോ അപ്പുറത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തം ലെവലിലുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാവുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഇത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഇതൊക്കെ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. അപ്പം നമ്മള് കാർഡ് ബാങ്ക് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ജനറലി കാണുമ്പോൾ ഞങ്ങളും ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നില്ല. പക്ഷെ ഇതിന്റെ ഇന്റർവ്യൂ സെഷൻ താരതമ്യേന മറ്റ് ഇന്റർവ്യൂസിന് പോകുന്നത് പോലെ അത്രയ്ക്ക് ഒരു ഭയങ്കര ഭീകരതയുള്ള ഒരു ഇന്റർവ്യൂ സെഷൻ ഒന്നും ആയിരുന്നില്ല. കാഷ്വൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയിരുന്നു. അന്ന് നടന്ന ഇന്റർവ്യൂവിലൊക്കെ അന്നത്തെ റിസൾട്ട് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അങ്ങനെ ഇന്റർവ്യൂവിലൊന്നും മാർക്ക് വേരിയേഷൻസ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഏകദേശം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെയാണ് അന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഫസ്റ്റ് നിങ്ങൾ പറയാനുള്ളത്, ഇന്റർവ്യൂ ബന്ധപ്പെട്ട് ആദ്യം നിങ്ങളൊരു ബയോഡാറ്റ കൊടുക്കുമല്ലോ അവിടെ. അപ്പം ആ ബയോഡാറ്റ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിനെയും പറ്റി നിങ്ങൾക്ക് നല്ലൊരു ധാരണ വേണം. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഇപ്പോൾ നിങ്ങളെ ഹോബി ചോദിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചോദിച്ചതോ ഇതെല്ലാം നിങ്ങൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ വേണ്ടി ഫില്ല് ചെയ്ത പോലെ ആവരുത്. അതിനകത്ത് എഴുതിയ കാര്യങ്ങളെ പറ്റി നല്ല രീതിയിൽ ധാരണ വേണം. ഈവൻ നമ്മുടെ പേരൻസ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ പ്രൊഫഷൻ, വൈഫിന്റെ പ്രൊഫഷൻ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആ ബയോഡാറ്റയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ വേണം. കാരണം ഫസ്റ്റ് PSC-യുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് മുഴുവനും ഈ ബയോഡാറ്റയ്ക്ക് നിന്നായിരിക്കും. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒന്നും അവർ ചോദിക്കില്ല. അവർ ഈ ബയോഡാറ്റയ്ക്കകത്ത് നിങ്ങൾ എന്താണോ ഫില്ല് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും ചോദിക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളതിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഹോബിയൊക്കെ നമ്മളൊരു ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നാൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ ഒരു വ്യക്തമായി അറിയണം. അത് ഒരു ഫസ്റ്റ് പോയിന്റ്. പിന്നെ കേസ് കാർഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം. ആരെങ്കിലും ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കേസ് കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞ് വെറുതെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വെബ്സൈറ്റ് വരും നമ്മുടെ ബാങ്കിന്റെ. ആരെങ്കിലും അതെടുത്ത് നോക്കിയിരുന്നോ ആ വെബ്സൈറ്റ്? ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണോ? മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണോ എല്ലാവരും? ഹലോ? അല്ല മാം. നോക്കിയിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ, നിങ്ങൾ ചാറ്റിലെങ്കിലും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. അപ്പം നിങ്ങളൊക്കെ അത് നോക്കുന്ന സമയത്ത് ഈ ഈ ഒരു ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊന്നും ഇത്ര വൃത്തിയിലുള്ള ഒരു വെബ്സൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ വെബ്സൈറ്റ് ഒക്കെ കുറച്ചധികം ഈ അടുത്ത കാലത്തൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇതിനെ ഈ ഒരു ബാങ്കിന്റെ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ ഒരു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു പോകണം. അത് വായിച്ചു പോകുമ്പോൾ അഫ്കോഴ്സ് നമുക്ക് അത് മുഴുവനൊന്നും അങ്ങനെ കാണാതെ പഠിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ബാങ്ക് ഏത് വർഷം തുടങ്ങി എന്നുള്ളതാണ്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം അത് അത്ര വർഷത്തെ ഒരു പഴക്കം ആ ബാങ്കിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം 1931 ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്നുള്ള രീതിയിൽ തുടങ്ങുമ്പോൾ അത് അത്രയും തന്നെ പ്രത്യേകത ഉള്ളതുകൊണ്ട് ആ ഒരു വർഷം അത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കണം. പിന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് സെൻട്രൽ ബാങ്ക് ആണ്. ഇതിന്റെ താഴെ 77 പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. പിന്നെ അതുപോലെ ഓർത്തു വെക്കേണ്ടത് തീർച്ചയായിട്ടും ഈ കേസ് കാർഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം ചിലപ്പോഴെങ്കിലും ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും HO അതിന്റെ ട്രിവാൻഡ്രത്താണ് വരുന്നത്. 14 റീജിയണിലും 14 റീജിയണൽ ഓഫീസുകളുണ്ട്. അത് കൂടാതെയാണ് 77 താലൂക്കുകളിലായിട്ട്
77 താലൂക്കിലുള്ള പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ വേറെ ഉള്ളത്. അപ്പോൾ ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ മറ്റു ബാങ്കുകളിൽ നിന്ന് എന്താണ് അതിനെ വ്യത്യാസം ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന്, അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നബാർഡിൽ നിന്നും റീഫിനാൻസ് കിട്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ബാങ്ക് എന്ന നിലയിൽ പ്രത്യേകതയുള്ളതാണ്. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിൽ ലോങ് ടേം ഫിനാൻസ് കൊടുക്കുന്ന ഒരു ബാങ്ക് എന്നുള്ള രീതിയിലുള്ള പ്രത്യേകതയും അതിനുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നല്ലോണം മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, അത് നബാർഡ് നിന്ന് പൈസ എടുത്ത് റീഫിനാൻസ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ബാങ്കാണ് ഒന്ന്. രണ്ട്, അത് ലോങ് ടേം അഗ്രികൾച്ചർ സെക്ടറിൽ ലോങ് ടേം ലോൺസിന് വേണ്ടി കാറ്റർ ചെയ്യുന്ന ഒരു ബാങ്കാണ് എന്നുള്ള രണ്ട് പ്രത്യേകതകൾ അതെടുത്ത് അതിന്റെ ആ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എന്താണ് ഈ കേസ് കാർഡ് ബാങ്ക് മറ്റു ബാങ്കിൽ നിന്നുള്ള വ്യത്യാസം എന്നുള്ള രീതിയിൽ ചോദിക്കാം, അല്ലെങ്കിൽ നബാർഡുമായി കേസ് കാർഡ് ബാങ്കിന് എന്ത് ബന്ധമാണോ ഉള്ളത് എന്നുള്ള രീതിയിലും ചോദിക്കാം. നബാർഡാണ് കേസ് കാർഡ് ബാങ്കിന്റെ റീഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ നബാർഡിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു മാർജിൻ വെച്ച് അത് റീലോൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ ഒരു നബാർഡുമായിട്ടുള്ള കേസ് കാർഡ് ബാങ്കിന്റെ കണക്ഷൻ. അപ്പൊ ഇങ്ങനെ നബാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും നബാർഡിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ള രീതിയിലും നബാർഡിനെ പറ്റി ഒന്ന് രണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ഫുൾ ഫോം, അതുപോലെ 12 ജൂലൈ 1982 നബാർഡ് തുടങ്ങിയത്, അതുപോലെ ഏത് കമ്മിറ്റി എന്ന് വെച്ചാൽ ശിവരാമൻ കമ്മിറ്റിയുടെ ഒരു ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ 6th 5-year പ്ലാനിലാണ് നബാർഡ് വരുന്നത്. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള നബാർഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കേസ് കാർഡ് ബാങ്കിന്റെ ഫുൾ ഫോമും നബാർഡിന്റെ ഫുൾ ഫോമും രണ്ടും നമ്മൾ കോറിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ടിലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ടേം. അത് തന്നെയാണ് കേസ് കാർഡ് ബാങ്കിന്റെയും ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നോർമൽ ബാങ്കിങ് ആസ്പെക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ടുള്ള ബാങ്കിന്റെ എല്ലാ ഫങ്ഷൻസും നമുക്ക് ഇല്ല. ബാങ്ക് എന്നുള്ള പേരേ ഉള്ളൂ. ബാങ്കിനുണ്ട എല്ലാ ഫങ്ഷൻസും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മുടെ ബാങ്കിങ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റൽ ബാങ്കിങ് ആണ്. ഡെവലപ്മെന്റൽ ബാങ്കിങ് എന്താണെന്ന്, അപ്പൊ ഈ റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ളത് രണ്ട് ടേമിലും നബാർഡിലും അതുപോലെ തന്നെ കേസ് കാർഡ് ബാങ്കിലും വരുന്നത് കൊണ്ട് അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റൂറൽ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബാങ്ക് എങ്ങനെയാണ് ഒരു റൂറൽ ഡെവലപ്മെന്റിന് കാരണമാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ബാങ്ക് ലോൺ അല്ലേ കൊടുക്കുന്നത്, ലോൺ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിക്കാനുള്ള സാധ്യത. അപ്പൊ ലോൺ കൊടുക്കുമ്പോൾ എങ്ങനെയാ റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ അഗ്രികൾച്ചർ സെക്ടറിലോ അല്ലെങ്കിൽ മറ്റേത് ബിസിനസ് സെക്ടറിലോ ഒക്കെ ലോൺ കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ എംഫസൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അസറ്റ് ക്രിയേഷൻ ഉണ്ടാവണം. ഇപ്പൊ നമ്മളൊരു പശു വാങ്ങാൻ ലോൺ കൊടുത്തു, അവിടെ പശു വാങ്ങി പശുവിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ. അപ്പൊ നമ്മൾ എന്താണെങ്കിലും, ഇപ്പൊ പശുവാണെങ്കിലും ആടാണെങ്കിലും കോഴിയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്, ഇപ്പൊ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാനാണെങ്കിലും അങ്ങനെ എന്ത് സംഭവത്തിന് നമ്മൾ ലോൺ കൊടുക്കുന്നു അതിൽ നിന്നൊരു അസറ്റ് ക്രിയേഷൻ വരികയും അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ബാങ്കിൽ നിന്ന് മറ്റ് ബാങ്കുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കണം. അപ്പം ആ ഒരു ഡെവലപ്മെന്റൽ ബാങ്കിങ് എന്നുള്ള സെക്ഷൻ, എന്തുകൊണ്ടാണ് ഈ ഡെവലപ്മെന്റൽ ബാങ്കിങ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു അസറ്റ് ക്രിയേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്, അതിൽ നിന്നും ഒരു ഇൻകം ജനറേഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് അതിലും ഓർത്ത് വയ്ക്കാനുള്ള ഒരു പോയിന്റ്. പിന്നെ ഈ ബാങ്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഇപ്പോഴും നമുക്ക് അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും പേര് മാറി എന്നേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ് മോർട്ട്ഗേജ് എന്നാണ് അതിന്റെ ഫംഗ്ഷൻ. എന്താണ് ഈ ലാൻഡ് മോർട്ട്ഗേജ്? നമ്മൾ സാധാരണഗതിയിൽ മറ്റു ബാങ്കുകളിൽ നിന്ന് നമ്മൾ അങ്ങനെ പെട്ടെന്ന് കേൾക്കാത്തൊരു ടേമാണ് ഈ മോർട്ട്ഗേജ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് അല്ലെങ്കിൽ മോർട്ട്ഗേജ് ചെയ്യുക എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഭൂപണയാണോ? നമ്മൾ പണയം വെക്കുന്ന നമ്മളൊരു വസ്തു ഈടായിട്ട് സ്വീകരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ആ ഈടിന്മേലാണ് നമ്മൾ ഒരു ലോണ് കൊടുക്കുന്നത്. അപ്പൊ ഭൂപണയ ബാങ്ക് എന്നുള്ളത് കറക്റ്റ് ആണ്. അതിന്റെ മലയാളമായിട്ട് നമ്മൾ പറയാം ലാൻഡ് മോർട്ട്ഗേജ് എന്നുള്ളത്. അപ്പൊ അത് നമ്മളൊരു വസ്തു, എന്ത് വസ്തു അത് നമ്മൾ ഒരു ലാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് കൊലാട്രൽ ആയിട്ട്, അതായത് നമ്മൾ ഒരു ഈട് വസ്തുവായിട്ട് നമ്മൾ ഒരു ഭൂമിയെ സ്വീകരിച്ചിട്ട് അതിന്റെ
മേലാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് പേഴ്സണൽ ലോൺസോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊന്നും നമ്മളിവിടെ വേറെ ലോൺസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ ലോൺസും നമ്മളുടെ ലാൻഡ് മോർട്ട്ഗേജ് ചെയ്തിട്ടുള്ള ലോൺസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ മിനിമം ലാൻഡ് മോർട്ട്ഗേജ് ലോൺസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ സ്വതവേ നോക്കുന്ന സമയത്ത് വില്ലേജിലൊക്കെ നമ്മളൊരു മിനിമം 5 സെന്റ് സ്ഥലമെങ്കിലും നമുക്ക് വേണം എന്നുള്ളത് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടിമേൽ ആണ് പണയപ്പെടുത്തിയാണ് നമ്മൾ ലോണുകളെല്ലാം സ്വീകരിക്കുന്നത്. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാനുള്ള 2 ടേമുകളുണ്ട്. ഒന്ന് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നോർമലി നമ്മുടെ സൊസൈറ്റിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ എത്ര ഒരു മെമ്പേഴ്സ് ഉണ്ടാവാൻ പറ്റും എന്നുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്ര റേഞ്ചിലാണ് അതിൽ മെമ്പേഴ്സ് ഉണ്ടാവുക നോർമലി? ഒരു 10 to 25 മെമ്പേഴ്സ് ആണ് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതൊരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏജൻസിയോ അങ്ങനെ ആരെങ്കിലും ആയി ഒരു കണക്ഷൻ ഉണ്ടാവും. അപ്പം ആ ഒരു അവർ കൊണ്ടുവരുന്ന സ്കീംസ് ഒക്കെ ഇതിനകത്തൂടെ ഫോർമുലേറ്റ് ചെയ്ത് ആളുകളുടെ ഒരു ലിവിങ് കണ്ടീഷൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. കൂടുതലും സ്ത്രീകളെയാണ് നമ്മൾ അതിനകത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനെയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് റൺ ചെയ്യുന്നത്. അതുമായി ഒരു ഏകദേശം സാമ്യതയുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ബാങ്കിനകത്തും വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റിന്റെ പേരാണ് JLG. JLGയുടെ ഫുൾ ഫോം ആർക്കെങ്കിലും ഗസ് ചെയ്യാവോ? എവിടെയെങ്കിലും ഈ ടേം കേട്ടതായിട്ട് എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? JLG. ജോയിന്റ് ലയബിലിറ്റി ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. ഓക്കെ, വെരി ഗുഡ്. ആ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നതും നമ്മുടെ SHG പോലെ തന്നെ നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ SHGയിലൊക്കെ നമ്മൾ ലോണൊന്നും കൊടുക്കുന്നതായി അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അതിനില്ല. നമ്മൾ അതൊരു സ്കീം ഫോർമുലേറ്റ് ചെയ്ത് അതുമായി റൺ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷെ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 to 10 ഇൻഡിവിജ്വൽസ്, ഒരു 4 to 10, അത് ആണാവാം പെണ്ണാവാം, 2 ജെൻഡറിലുള്ള ഏതാണെങ്കിലും അവരിൽ ഒരു 4 മുതൽ 10 വരെയുള്ള ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അപ്പൊ ഈ ലോൺ കൊടുക്കുന്ന സമയത്ത് അവര് ആ ഒരു ലയബിലിറ്റി ഷെയർ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്ത് ലോൺ തിരിച്ചടയ്ക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ JLG കൊടുക്കുന്നത്. നമ്മുടെ അവിടെ കൊലാട്രൽ വെക്കാതെ എന്ന് വെച്ചാൽ ലീഡ് വെക്കാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ലോൺ ഇത് മാത്രമാണ്, JLG ആണ്. ഇതിനെ ഒത്തിരി നബാർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കീമും കൂടെയാണ്. കാരണം നബാർഡ് JLGക്കൊക്കെ നമ്മൾ JLG ലോൺസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നബാർഡ് സബ്സിഡീസ് ഒക്കെ തരുന്ന ഒരു സ്കീമാണ്. ഇപ്പൊ പ്രസന്റ്ലി നമുക്ക് മറ്റ് സബ്സിഡീസ് എന്ന് പറഞ്ഞിട്ട് സബ്സിഡൈസ്ഡ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ബാങ്കിൽ റൺ ആവുന്നില്ല. ആകെയുള്ളത് ഒന്ന് JLG, പിന്നെ ഒന്ന് നോർക്ക റൂട്ടഡ് ആയിട്ടുള്ള സ്കീംസ് ആണ്. അതും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നോർക്ക റൂട്ടഡ് സ്കീംസ് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നോർക്ക എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോർക്ക എന്ന് പറയുന്ന ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്? അങ്ങനെ എന്തെങ്കിലും പത്രത്തിലൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഈ നോർക്ക ഇതിനെ പറ്റിയിട്ടൊക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ അതിനെ പറ്റിയിട്ട്? ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നോർക്ക എന്ന് പറയുന്നത് നമ്മുടെ വിദേശത്ത് നിന്ന് എന്തെങ്കിലും തൊഴിലൊക്കെ നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒക്കെ ആയിട്ടോ വരുന്ന ആളുകൾ അവർക്ക് ഇവിടെ ഒരു സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമിന് ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ നോർക്ക എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. അപ്പൊ അവരുടെ ഈ ഒരു സ്വയം തൊഴിൽ സ്വയം തൊഴിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് അങ്ങനത്തെ സ്കീംസിൽ ഈ നോർക്കയുടെ സബ്സിഡി നമ്മൾ തരാറുണ്ട്. അങ്ങനത്തെ 2 സബ്സിഡൈസ്ഡ് സ്കീംസ് ആണ് നമുക്ക് ഇപ്പൊ പ്രസന്റ്ലി റൺ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ JLGക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നബാർഡ് തരുന്ന സബ്സിഡികളും, പിന്നെ നോർക്ക റൂട്ട് ചെയ്ത് വരുന്ന സ്കീമിൽ നോർക്ക തരുന്ന സബ്സിഡൈസ്ഡ് പ്രൈസുകളും. അപ്പൊ അങ്ങനത്തെ 2 കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ പ്രസന്റ്ലി റൺ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ JLG എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. അത് SHGയുമായിട്ട് വ്യത്യാസപ്പെട്ട് കിടക്കുന്ന സ്കീമാണ്. ഇവിടെ ലയബിലിറ്റി ആണ് ഷെയർ ചെയ്യുന്നത്, SHG പോലെയല്ല. അതുപോലെ നമ്പേഴ്സിലുള്ള വ്യത്യാസവും, SHG ഒരു 10 to 25 മെമ്പേഴ്സ് ആണെങ്കിൽ ഇതൊരു 4 to 10 മെമ്പേഴ്സ് ആണ്. അവരുടെ ലയബിലിറ്റി ഷെയർ ചെയ്ത് അസറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും വരുന്ന ഇൻകത്തിൽ നിന്നും ലോൺ തിരിച്ചടയ്ക്കുക എന്നുള്ള കോൺസെപ്റ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ധാരാളമായിട്ട് ഫാം സെക്ടറിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ലോണുകൾ
നമ്മൾ പല സ്കീംസ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വളരെ ഡീപ്പായിട്ടൊന്നും ചോദിക്കാൻ അങ്ങനെ സാധ്യതയില്ല. കാരണം നമ്മൾ ബാങ്കിനകത്ത് കയറി അത് ഫംഗ്ഷൻ ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര ഡീപ്പായിട്ട് സ്കീംസിനെ ഒന്നും പറ്റിയൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇതുവരെയൊന്നും അങ്ങനെ ചോദിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് ഇതില് വെബ്സൈറ്റിൽ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൽ ലോൺ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു തവണ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഞാൻ വായിക്കുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷെ എന്നാലും ജനറൽ ആയിട്ട് ഓവറോൾ എന്തൊക്കെ സ്കീമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന് ഫാം സെക്ടറിലുള്ള സ്കീമുകൾ നമ്മൾ ഇപ്പോൾ കാർഷിക ആവശ്യത്തിന് വാങ്ങിക്കാൻ, കാർഷിക ആവശ്യത്തിന് പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കൊടുക്കുന്ന സ്കീമുകളുണ്ട്. അപ്പൊ അതിൽ നോൺ ഫാം സെക്ടറിൽ നമുക്ക് കുറച്ച് സ്കീംസ് ഉണ്ട്. അതിൽ നമ്മൾ കൃഷി ഓഫീസർമാർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്കീമാണ് ഈ നോൺ ഫാം സെക്ടറിലെ എന്റർപ്രൈസ്ഡ് ലിങ്ക്ഡ് സ്കീം എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് എന്റർപ്രൈസസിനൊക്കെ കൊടുക്കുന്ന സ്കീം. അപ്പൊ അതിനകത്ത് ചിലപ്പം ആ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ ഒരു പ്രൊജക്ട് പ്രൊജക്ട് പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ പ്രൊജക്ട് അപ്രൈസൽ, പ്രൊജക്ട് സൈക്കിൾ, അങ്ങനെയുള്ള ടേമുകളെയൊക്കെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബിസിനസ് എന്റർപ്രൈസ് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ഒരാൾ നമ്മളൊരു ചെറിയ ബിസിനസ് എന്റർപ്രൈസ് തുടങ്ങണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും അത് ആ ഒരു ആളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ പ്രൊജക്റ്റിനെ എങ്ങനെയായിരിക്കും നമ്മൾ ഒരു അനലിസിസ് നടത്തുക എന്നുള്ളതിനെ പറ്റി നമ്മളടുത്ത് നിന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പ്രൊജക്ട് അനലൈസിസിനെ പറയുന്നത്, നമ്മൾ പ്രൊജക്ട് അപ്രൈസൽ എന്നുള്ളൊരു ടേം അവിടെയാണ് വരുന്നത്. ഒരു പ്രൊജക്ട് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ട് അപ്രൈസൽ നമ്മൾ അഗ്രി ബിസിനസ് മാനേജ്മെന്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണിത്. പ്രൊജക്ട് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്ട് ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊജക്റ്റിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ചിലപ്പം ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയിരിക്കാം, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആ നമുക്ക് വന്നിട്ടുള്ള ആള് ഈ പൈസ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ അപ്രൈസൽ ആയിരിക്കാം. അങ്ങനെ ഇവരുടെയൊക്കെ ഈ ഒരു എല്ലാ ആസ്പെക്ട്സിന്റെയും ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു റിവ്യൂ നടത്തുവാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു റിവ്യൂ നടത്തുക, ആ റിവ്യൂ നടത്തിയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് അതിനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതിനെയാണ് നമ്മൾ ശരിക്കും ഒരു പ്രൊജക്ട് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ആസ്പെക്ട്സിന്റെയും ഒരു ഓവറോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്രൈസൽ. അതുപോലെ തന്നെ പ്രൊജക്ട് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അല്ലെ. ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഒരു ഐഡന്റിഫിക്കേഷൻ, പിന്നെ ആ പ്രൊജക്ടിന്റെ ഒരു ഫോർമുലേഷൻ, അത് കഴിഞ്ഞിട്ടാണ് അപ്രൈസൽ വരുന്നത്. പിന്നെ ആ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ പ്രൊജക്ട് സൈക്കിളിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ആ പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മുമ്പൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഈ ബാങ്കിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് വെബ്സൈറ്റിലുണ്ട്. അത് എല്ലാവരും ഡെഫിനറ്റ്ലി ഒരു തവണ ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ വായിക്കണം. ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കാര്യം വേണമെങ്കിൽ പ്രൊജക്ട് സൈക്കിൾ ജനറൽ ആയിട്ട് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ വായിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഒരു 3-4 എഡിഷൻസ് നമ്മുടെ കേരള കർഷകൻ ജേണൽ ഉണ്ടല്ലോ, നമ്മുടെ കേരള കർഷകൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോന്റെ കേരള കർഷകൻ, അത് ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് ലാസ്റ്റ് ഒരു 3-4 എണ്ണം ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കാരണം പ്രത്യേകമായിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു അഗ്രി ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജേണൽ എന്നുള്ള രീതിയിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോന്റെ കേരള കർഷകൻ ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതിന്റെ ഈ ജേണലുണ്ട്, ഇംഗ്ലീഷ് വേർഷനിൽ ഈ ജേണൽ ഉണ്ടാവും. അത് ചിലപ്പോൾ നമുക്ക് വരുന്ന മലയാളം വേർഷനിൽ വെച്ച് ലേശം വ്യത്യാസം ആവാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് ജനറൽ ആയിട്ടുള്ള ടോപ്പിക് എന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂല് എന്താണ്, ആ പെർട്ടിക്കുലർ മാസത്തിൽ എന്താണ് ജനറൽ ആയിട്ട് ഒരു ടോപ്പിക് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. കാരണം നമ്മളൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മാസം എന്താണോ ഉണ്ടായിരുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്. എന്താ അന്ന് ഞങ്ങള് പോകുന്ന സമയത്ത് ആ മാസത്തെ ലക്കത്തിൽ ഉണ്ടായിരുന്നത് കാർബൺ ന്യൂട്രൽ ഫാമിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പൊ അതെന്താണ് സംഭവം,
അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല, 2022 ഫെബ്രുവരിയിലാണ് അന്ന് ഇന്റർവ്യൂ നടന്നത്. അന്നത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇപ്പോ വളരെ റീസെന്റ് ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് ലക്കത്തില് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ബേസിക്കലി എന്താണ്, നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലക്കമാണ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തില് ഏറ്റവും ലാസ്റ്റ് ആയിട്ട്. അതിൽ കുറെ എക്സോട്ടിക് ഫ്രൂട്ട്സും അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ വളരെ വിശദമായിട്ട് പഠിക്കണം എന്നല്ല. ജനറലി എക്സോട്ടിക് ഫ്രൂട്ട്സിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയാ ഫെമിലിയർ ആയിട്ടുള്ള എക്സോട്ടിക് ഫ്രൂട്ട്സ് ഏതാണെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാൻ, നമുക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ പറയാൻ അതിനെ പറ്റി അറിയണം. പിന്നെ അതിന്റെ തൊട്ട് മുമ്പത്തെ ലക്കത്തില് ഒരു പ്ലാസ്മ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റി ഒരു ആർട്ടിക്കിൾ കണ്ടു. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പ്ലാസ്മ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ ഒന്ന് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ജേർണൽസിന്റെ ഒരു 4 എഡിഷൻ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 4 months എഡിഷൻസ് വെറുതെ ജനറലൈസ്ഡ് ആയിട്ട് ഒരു വ്യൂ ഉണ്ടാക്കി വെക്കുക. അതിൽ എന്താണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ആ ടേം അറ്റ്ലീസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നോ രണ്ടോ വാക്ക് പറയാനായിട്ട് അറിയണം. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ഞാൻ ഒന്നുകൂടെ എല്ലാതും ഒന്നുകൂടെ നിങ്ങൾക്ക് എൻലിസ്റ്റ് ചെയ്ത് പറയാം. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? പ്ലാസ്മ റെവല്യൂഷൻ ഞാൻ വേണമെങ്കിൽ ഇത് എന്താണ് ഒരു 3-4 മാസത്തെ കേരള കർഷകന്റെ എഡിഷൻസ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇന്റർവ്യൂ മീഡിയം മലയാളമായിരിക്കും. മോസ്റ്റ്ലി മലയാളം തന്നെയാണ് ചോദിക്കാറ്. റെയർ ആയിട്ടൊക്കെ ഇംഗ്ലീഷിൽ 1-2 സെന്റൻസ് ഒക്കെ ചോദിച്ചാലേ ഉള്ളൂ. വളരെ നിങ്ങൾ ആരും ടെൻഷൻ അടിച്ചിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. കാരണം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഈ ഇന്റർവ്യൂ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് പറയണമെന്ന് വിചാരിച്ച കാര്യം പോലും നമ്മൾ ചിലപ്പോൾ പറയാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അത് അങ്ങനെ നിങ്ങൾ ഇതിനെ കാണണ്ട. അത് ഭയങ്കര ഒരു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഇന്റർവ്യൂവിന്റെ അത്ര ഒരു പ്രശ്നക്കാരനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഇപ്പൊ ഇരിക്കുന്ന മാം ഈ ഹലോ. ഇന്റർവ്യൂ ബോർഡിലെ ഹലോ, മാം, ഈ ലാൻഡ് മോർഗേജ് അതല്ലാതെ വേറെ എന്തൊക്കെ ആ റോൾസ് ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് ബാങ്കില്? ബാങ്കിനകത്ത് ലാൻഡ് മോർട്ടഗേജ് ചെയ്തിട്ടുള്ള ലോൺസ് മാത്രമാണ് കൂടുതലുള്ളത്. പിന്നെ നമുക്ക് അതർ ബാങ്കിങ് ആക്ടിവിറ്റീസ് പറയാൻ ആകെയുള്ളത് FD മാത്രമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതൊഴിച്ചാൽ നമുക്ക് വേറെ ഒരു ബാങ്കിങ് ഫങ്ഷൻസും ഇല്ല. ATMs ഇല്ല, അങ്ങനത്തെ ഒരു ഫങ്ഷൻസ് ഒന്നും നമുക്കില്ല. പിന്നെ ഉള്ളത് ഗോൾഡ് ലോൺ ആണ്. അത് നമുക്ക് ഈ ഒരു എന്താണ് സെക്ടറിൽ നോർമലി എല്ലാവരുടെയും ഉള്ളത് പോലെ തന്നെ ഗോൾഡ് ലോൺ ഉണ്ട്. ഇത് മൂന്നും ഉള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഉള്ളൂ. ഗോൾഡ് ലോൺ തന്നെയാണെങ്കിലും നമ്മുടെ എല്ലാ പ്രാഥമിക ബാങ്കുകളിലും ആ സ്കീം ഫങ്ഷണൽ അല്ല. പക്ഷെ എന്നാലും ഉണ്ട് നമുക്ക്. ഇതാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. നമ്മൾ ബാങ്കിങ് ആക്ടിവിറ്റി പറഞ്ഞിട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ലോൺ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊഴിച്ചാൽ പിന്നെ നമുക്ക് ഗോൾഡ് ലോൺ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡ് ലോൺ ഉണ്ട്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റ് ബാങ്കുകളെ പോലെ നമ്മൾ സ്ഥിര നിക്ഷേപം എന്ന് പറഞ്ഞ രീതിയിൽ പ്രൈമറി ബാങ്ക് കളക്ട് ചെയ്യുന്ന സ്ഥിര നിക്ഷേപം അവിടെ തന്നെ ഇടുകയല്ല ചെയ്യുന്നത്. പ്രൈമറി ബാങ്ക് FD കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ സെൻട്രൽ ബാങ്കിലാണ് FD ഇടുന്നത്. സെൻട്രൽ ബാങ്ക് അതിന് പ്രൈമറി ബാങ്കിന് ഒരു കമ്മീഷൻ പോലെ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കും. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഇതൊക്കെ ഫങ്ഷൻസ് ഉണ്ട്. ലോൺ ഉണ്ട്, ഗോൾഡ് ലോൺ ഉണ്ട്, പിന്നെ FD ഉണ്ട്. മറ്റു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് RTGS, നെഫ്റ്റ്, ATM അങ്ങനത്തെ ഒരു ഫങ്ഷൻസും നോർമൽ ആയിട്ടുള്ള ബാങ്കിങ് ഫങ്ഷൻസും നമുക്കില്ല. വേറെ ഒരു ബാങ്കിങ് ഫങ്ഷൻസും ഇല്ല. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് കേരള കർഷകൻ എല്ലാവരും അത് ഞാനൊരു 4 എണ്ണം ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അതല്ലാതെ അതിന്റെ മലയാളം വേർഷൻ നിങ്ങളെ ആരടുത്തുനിന്നെങ്കിലും നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മലയാളം വേർഷനും കൂടെ ഒന്ന് നിങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. എന്താണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ കേട്ടോ. ഒരു മൊത്തം കാണാണ്ട് പഠിക്കുമെന്ന് ആവശ്യമൊന്നുമില്ല. ഒരു ഓവറോൾ മെയിൻ ടോപ്പിക്സ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം അതിന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബാങ്കിന്റെ വെബ്സൈറ്റ് അതിലിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് വെറുതെ നോക്കുന്നത് നല്ലതായിരിക്കും. ബാങ്കിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ ഇത് വളരെ കൂളായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് അത് കൂളായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നതിനൊക്കെ ഈസി ആയിട്ട് ആൻസർ പറയാനായിട്ട് സാധിക്കും. ഓവറായിട്ട് ടെക്നിക്കലായിട്ട് അങ്ങനെ വല്ലാതെ അങ്ങനെ ചോദിക്കില്ല. നോർമൽ ആയിട്ടുള്ള ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുക. അപ്പൊ അത് നമ്മളൊരു ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. ധൈര്യമായിട്ട് ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര വേരിയേഷനിലൊന്നും പോവില്ല. നിങ്ങൾ ഒട്ടും ആൻസർ പറയാതിരുന്നാലൊക്കെ അത്ര എന്തെങ്കിലും ഒരു വേരിയേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരേ മാർക്കൊക്കെ തന്നെയാണ് ഇന്റർവ്യൂസിൽ വരുന്നത് പൊതുവെ. അപ്പോ എല്ലാവരും നല്ല രീതിയിൽ അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിൽ വെക്കുക. ഒന്ന് ബാങ്കിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ്, ബാങ്കിന്റെ ഇയർ, അതുപോലെ അതിന്റെ ഫുൾ ഫോം പ്രത്യേകിച്ച് അത് ചോദിച്ചിട്ട് പറയാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ വരുമ്പോൾ അത് എന്താണ് അതിന്റെ ഫുൾ ഫോം എന്നെങ്കിലും നമ്മൾ നോക്കാതെ പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഫുൾ ഫോം ഒക്കെ, പക്ഷെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പാനിക്കായിട്ട് ഒരു കൃത്യമായിട്ട് ആൻസർ പറയില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒട്ടും പാനിക് ആവാതെ നിങ്ങൾ പഠിച്ച കാര്യത്തിനെ നന്നായി ഓർത്തിട്ട് അത് മാത്രം ഒരു കാമായിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പറയാൻ കിട്ടും. അതേപോലെ തന്നെ നബാർഡിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നബാർഡിന്റെ ഫുൾ ഫോം, തുടങ്ങിയ വർഷം, ശിവരാമൻ കമ്മിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ബാങ്കിന്റെ പ്രത്യേകതകൾ, ലാൻഡ് മോർട്ട്ഗേജ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള പ്രത്യേകത. അതുപോലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും JLGയും തമ്മിലുള്ള വ്യത്യാസം, ദെൻ പ്രൊജക്ട് സൈക്കിൾ, പ്രൊജക്ട് അപ്രൈസൽ, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രൊജക്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അത് ഞാൻ വേണമെങ്കിൽ അതിന്റെ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ അതെന്തായാലും ഷെയർ ചെയ്യാം. അത് നിങ്ങൾ ഒരു തവണ വായിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇനിയിപ്പോ അന്ന് ചോദിച്ച കാർബൺ ന്യൂട്രൽ ഫാമിങ്ങിനെ പറ്റി ഡിഗ്രി ലെവൽ അഗ്രികൾച്ചർ സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മുടെ അടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. കാരണം നമ്മള് അത്ര എന്ന് വെച്ചാൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഇതുവരെ ഇന്റർവ്യൂസിനൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ നമ്മുടെ വെറൈറ്റീസോ അല്ലെങ്കിൽ അതിന്റെ ഇയർ അങ്ങനെയൊന്നും ഇതുവരെ ഒന്നും ചോദിച്ചിട്ട് കണ്ടിട്ടില്ല. കാരണം ഞാൻ ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ കൃഷി ചെയ്യുന്നത് ഏതാ ക്രോപ്പ്, അതിനെ കുറിച്ച് വേണമെങ്കിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോ ഇപ്പൊ പാലക്കാടാണെങ്കിൽ നെല്ല് കൃഷിയാണ് കൂടുതൽ. അപ്പം അവിടെ എന്താണ് അത്, ആ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജനറലൈസ് ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ നല്ലതായിരിക്കും. അത് നമ്മൾ ജനറലി ഏത് നമ്മുടെ കൃഷി വകുപ്പിൽ ഏത് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രത്യേകതയും അവിടെ എന്ത് കൃഷിയാണ് അവിടെ കൂടുതലും ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, നബാർഡ് ആണോ ഇതിന്റെ എൻ്റെ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത്? അതെ അതെ, നമുക്ക് നബാർഡിൽ നിന്ന് തരുന്ന ഫണ്ട് അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോൺ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. നബാർഡ് തരുന്ന പൈസയാണ് നമ്മൾ റീഫിനാൻസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ലോണിങ് പ്രൊസീജിയേഴ്സും നമ്മുടെ നടക്കുന്നത്. ബാങ്ക് ഇപ്പൊ നിലവിൽ നല്ല രീതിയിൽ ലാഭത്തിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബാങ്കാണ്. കാരണം അതിന് നമ്മൾ മാർജിൻ ഇട്ട് ലോൺ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് ആ ലാഭം അക്യുമുലേറ്റ് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഒരുപാട് ഫിക്സ്ഡ് അസറ്റുകളൊക്കെ നമ്മുടെ നല്ല വാല്യുവേഷൻ ഉള്ള ഫിക്സ്ഡ് അസറ്റുകളാണ്. ഇതെല്ലാം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബാങ്കാണ് പൊതുവെ. നമുക്ക് ഈ റീഫിനാൻസ് ചെയ്യാൻ ഈ നബാർഡിന്റെ മിക്കപ്പോഴും ഈ ഒരു ചോദ്യം എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. അന്ന് നടന്ന പരിപാടിക്കൊക്കെ മീൻസ് അന്ന് നടന്ന ഇന്റർവ്യൂസിനൊക്കെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ നബാർഡിന്റെ റോൾ എന്താന്നുള്ളത്. നബാർഡ് ഒരു റീഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത്. കറന്റ് അഫയേഴ്സ് എങ്ങനെയാ വർക്ക്ഔട്ട് ആവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, കറന്റ് അഫയേഴ്സ് ഭയങ്കര ഡീപ്പായിട്ട് എല്ലാവരുടെ വേണം വെച്ച് ചോദിക്കൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നോട് അന്ന് ആ സമയത്ത് എന്റെ അച്ഛൻ നേവി ആണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്തിട്ട്, അത് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആളല്ല ചോദിച്ചത്, PSC നിന്ന് വന്നിട്ടുള്ള ആളാണ് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ, അതിനകത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് അതിനെ നെക്സ്റ്റ് ലെവലിലേക്കും കൂടെ ഒന്ന് പറയാനുള്ള രീതിയിൽ മനസ്സിലാക്കണം. നിങ്ങൾ എങ്ങനെ ഒരാളുടെ ജോലി എഴുതുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഹോബി എഴുതുമ്പോൾ അതൊക്കെ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്
ഒരു നെക്സ്റ്റ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും കൂടെ ഒന്ന് പോകണം. എന്നുവെച്ചാൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ചെങ്കിലും അറിയാം. എന്നുവെച്ചാൽ അവര് ചോദിച്ച എല്ലാ ചോദ്യവും നമുക്ക് ഉത്തരം പറയാൻ അങ്ങനെയൊന്നും നമുക്ക് വാശി പിടിക്കേണ്ട കാര്യം, അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയാം. പക്ഷെ എന്നാലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം നന്നായിട്ട്. പക്ഷെ അറിയാത്തതിനെ വല്ലാതെ കുഴപ്പിച്ച് നമ്മളിങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. അത് അത്ര സുഖാവില്ല. അത് പൊതുവെ ഇന്റർവ്യൂസിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളിങ്ങനെ വാലും തല്ലിയൊന്നും ഇല്ലാതെ ആൻസർ പറയുന്നത് ആർക്കും ഇഷ്ടാവില്ല. അതിന് മുതിരണ്ട ആരും. എന്ന് വെച്ചാൽ അറിയാവുന്ന കാര്യമാണെങ്കിൽ നല്ല വൃത്തിക്ക് പറയാ. അറിയില്ലെങ്കിൽ, തീരെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്. അത് നമ്മള് വല്ലാതെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ആൻസർ പറഞ്ഞ് അത് ഇന്റർവ്യൂവർക്ക് ഒരിക്കലും ഇഷ്ടാവാത്തൊരു കാര്യമാണ്. അപ്പം അതിനാരും മുതിരണ്ട. മാഡം, കേരള ആ, ഗവൺമെന്റിലെ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരായിട്ട് എന്താണ് ഈ ബാങ്കിനുള്ള കണക്ഷൻ? ഇത് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷൻ അകത്ത് ആണ് ഈ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആണല്ലോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് വരുന്നത്. നമുക്കിത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ഒന്നും അല്ല, ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ബാങ്ക്. അത് തന്നെയാണ് ഇതിന്റെ കണക്ഷൻ. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമുക്ക് ഹെഡ് വരുന്നത്. ബാങ്കിന്റെ ഹെഡ് എന്ന് പറയുന്നത് ബാങ്കിനൊരു അത് നിങ്ങളുടെ ബാങ്കിന്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ എടുത്താൽ നിങ്ങൾക്ക് ഏകദേശം അതിൽ നോക്കിയാൽ മനസ്സിലാവും. ബാങ്കിനൊരു പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റും ഒരു ജനറൽ ബോഡിയും, പ്രസിഡന്റ് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഉണ്ട്. അത് കൂടാതെ നമുക്ക് ജനറൽ മാനേജർ ഉണ്ട്, ഇവിടെ ഏറ്റവും സ്റ്റാഫ്സിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ സ്ട്രക്ചർ വെബ്സൈറ്റിലൊന്നും എടുത്താൽ മനസ്സിലാവും. പക്ഷെ സ്ട്രക്ചർ ചെയ്യാനുള്ള സാധ്യതയില്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോർപ്പറേഷന്റെ അണ്ടറിലാണ് ഈ ബാങ്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാങ്കിന്റെ ഫുൾ ഫോം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞ് ഫിനിഷ് ആവുന്നില്ല ശരിക്കും. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ലിമിറ്റഡ് എന്നുള്ളൊരു ടേമും കൂടെ അതിനകത്തുണ്ട്. നമ്മളിപ്പോ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സിലൊക്കെ ആണെങ്കിലും അങ്ങനെ നമ്മൾ പറയില്ല, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ബാങ്ക്സിലൊക്കെ ഉള്ള പോലെ തന്നെ ലിമിറ്റഡ് എന്നുള്ളൊരു വാക്ക് ഉണ്ട് ഇതിനകത്ത്. അപ്പോ ഇത് ബാങ്ക് ആണെന്ന് പറഞ്ഞാലും RBIന്റെ ഒരു ബാങ്കിങ് ഡെഫിനിഷനുമായി ശരിക്കും പറഞ്ഞാൽ ഇതിന് അത്ര ഒരു ബന്ധമില്ല. നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി പറയാനായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ എന്റെ കോൺടാക്ട് നമ്പറും ഞാൻ തരാം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റിംഗ് ആയതിനു ശേഷമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ സീനിയേഴ്സിനായിട്ട് എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ കോൺടാക്ട് വെക്കണം. കാരണം ഞങ്ങൾ എല്ലാവരും വളരെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ. അപ്പം എല്ലാവരെയും കാണാം. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക ഇന്റർവ്യൂവിന്. പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പോ ദൈവത്തിനെ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ശക്തിയാണോ വിശ്വസിക്കുന്നത് അതിനെയും കൂടെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാൻ. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ എല്ലാം നല്ലതായിട്ട് വരട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കത് എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.